ചെറുമകനും സ്വാതന്ത്ര്യ സമര സേനാനി കുഞ്ഞിരാമൻ കിടാവിൻ്റെ മകനും പ്രശസ്ത ഫോട്ടോഗ്രാഫറുമായ ശ്രീ നന്ദകുമാർ മൂടാടിയാണ്. രണ്ടുപേരെയും സ്നേഹപുരസ്സരം ക്ഷണിക്കട്ടെ. കാണാതെ പോയ, അറിയാൻ കഴിയാതെ പോയ എണ്ണമറ്റ സ്വാതന്ത്ര്യ സമര സേനാനികൾ ചേലഞ്ചേരിയുടെ മണ്ണിൽ പിറന്നിട്ടുണ്ട്. അവരുടെ ത്യാഗോജ്വലമായ വിപ്ലവ പോരാട്ടങ്ങൾ സ്വാതന്ത്ര്യലബ്ധിക്ക് സഹായകരമായി എന്ന തിരിച്ചറിവ് പങ്കിട്ടുകൊണ്ട് പുതുതലമുറയ്ക്ക് വെളിച്ചമേകാൻ, മറ്റുള്ളവർക്ക് പാഠമാകാൻ, അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് വഴികാട്ടിയാവാൻ ഈ പുസ്തകത്തിന് സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ പുസ്തകം ഈ വേദിയിൽ പ്രകാശനം ചെയ്തിരിക്കുന്നത്. ശ്രീ കൽപ്പറ്റ നാരായണൻ മാസ്റ്ററെ സ്നേഹപുരസ്സരം ക്ഷണിക്കട്ടെ. ആദരണീയ അധ്യക്ഷൻ ശ്രീമതി സന്ധ്യ, പുസ്തകം ഏറ്റുവാങ്ങിയ പ്രശസ്ത ഫോട്ടോഗ്രാഫറായ ശ്രീ നന്ദകുമാർ മൂടാടി, സദസ്സിലെ ശ്രീ ബാലകൃഷ്ണൻ, കർമ്മ ശ്രീരാമകൃഷ്ണൻ, പുസ്തകം പരിചയപ്പെടുത്തുന്ന എം സദാനന്ദൻ, വേദി നടത്തിയ അതെല്ലാം ഉപരിയായി ശങ്കരൻ മാഷ് ഈ പുസ്തകം ചെറിയ ഒരു സംശയത്തോടു കൂടി ഞാൻ കുറേ ദിവസം ലഭിച്ചിട്ടുണ്ട്. ഒന്നാമത്, ഞാൻ ഈ നാട്ടുകാരനല്ല. രണ്ടാമത്, ഞാൻ നാട്ടുകാരനെ, ഞാൻ വയനാട്ടുകാരനാണ്. വയനാട്ടിൻ്റെ ഒരു സവിശേഷത എന്ന് പറഞ്ഞാൽ, ഒരാൾ ഒരു ദേശക്കാരനായിരിക്കും, മറ്റൊരു ദേശക്കാരനായിരിക്കും അയൽക്കാർ. നിങ്ങൾ ഏത് നാട്ടിലാണെന്ന് ഒരു നാട്ടിലെ ആളുകൾ പരസ്പരം അന്വേഷിക്കുന്ന കേരളത്തിലെ ഏക നാടാണ് സത്യം പറഞ്ഞാൽ എൻ്റെ ചുരുങ്ങിയ ഓർമ്മകളിൽ. പക്ഷേ പലതവണ ഈ വഴിയിലൂടെ വന്നിട്ടുണ്ടെങ്കിലും സമീപകാലത്തായി ഈ സ്ഥലവുമായി സംബന്ധത്തിലുമായി ഞാൻ എൻ്റെ മകളുടെ ഭാര്യ ഈ പുതിയൊരു വീട്ടിലേക്കുള്ള ഇവിടെ പരാമർശിക്കപ്പെട്ട സ്ഥലത്തേക്കുള്ള ആളാണ്. അങ്ങനെ ശങ്കരമാഷും എൻ്റെ ബന്ധുവാണ്. അങ്ങനെയൊക്കെ ബന്ധങ്ങളുണ്ടെങ്കിലും ഈ വഴിയെ കടന്നു പോകുമ്പോഴൊന്നും അടിയിൽ ഇത്ര കനലുകളുള്ള ഒരു പ്രദേശമാണ് ഇത് എന്ന് വിചാരിച്ചിട്ടേയും അത്ര വിസ്മയകരമായ ഒരു അനുഭവമായിരുന്നു എനിക്ക് ഈ നാടിനെ കുറിച്ച്. ഇവിടെ ഓരോ തരി മണ്ണും സ്വാതന്ത്ര്യ സമരത്തിൽ വീറോടെ പങ്കെടുത്തിട്ടുണ്ടെന്ന് പുസ്തകം എന്നോട് പറയും. പുരുഷന്മാർ, സ്ത്രീകൾ, എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ, മത്സ്യത്തൊഴിലാളികൾ, പുറന്തോടുമല എന്ന് പറയുന്ന പൊന്നും, ഈ പുഴവക്കത്തുള്ള കണ്ടൽക്കാടുകൾ, ഇതൊക്കെ പങ്കെടുത്ത ഒരു സ്വാതന്ത്ര്യ സമരമായിരുന്നു, ഒരു വിപ്ലവമായിരുന്നു ഇവിടെ. ഒരാൾക്കും ഈ പ്രദേശത്ത് ജീവിച്ചവരിൽ ഏതെങ്കിലും വിധത്തിൽ ബന്ധപ്പെടാത്തവരായി ആരുമില്ലാത്ത ഒരു സമഗ്ര വിപ്ലവമാണ് വാസ്തവത്തിൽ ഇവിടെ പറയപ്പെട്ടിരിക്കുന്ന ഈ സംഭവങ്ങളിൽ. സ്വതന്ത്ര ഭാരതമൊക്കെ പിന്നീടാണ് സ്വതന്ത്ര ഭാരതമാകുന്നത് എങ്കിലും സ്വതന്ത്ര ഭാരതം ഒരു ലഘുലേഖയുടെ രൂപത്തിൽ, വാർണോലയുടെ രൂപത്തിൽ ഈ പ്രദേശത്താണ് ആദ്യം ആവിഷ്കരിക്കപ്പെടുന്നത്. ആ സ്വതന്ത്ര ഭാരതം എത്ര വിദഗ്ധമായിട്ടാണ് ഈ പ്രദേശത്തുകാർ ബ്രിട്ടീഷുകാരിൽ നിന്ന് മറച്ചു വെച്ച് അവരുടെ ഉത്സാഹങ്ങളുടെ മുഴുവൻ പ്രഭാവമായി കൊണ്ടു നടന്നത് എന്ന് ഓർത്താൽ അത്ഭുതമാണ്. അതിൻ്റെ പ്രവർത്തകർ ആർക്കും പരസ്പരം അറിയുമായിരുന്നില്ല. എന്നാൽ ഗൂഢമായി അവരൊക്കെ ഇതിൽ പങ്കാളികളും അതിവിദഗ്ധമായിട്ടാണ്. കുഞ്ഞിരാമൻ കിടാവ് ഒരു കെട്ട് തലയിൽ ഒരു കെട്ട്
ഈ സ്വതന്ത്ര ലോകത്തിന്റെ പതിപ്പുകളുമായി പോകുമ്പോഴാണ് പോലീസ് പിടികൂടുന്നത്. അപ്പോൾ